മാർച്ചിലും അർജന്റീന ടീം കേരളത്തിൽ വരില്ല. അതിനിടെ കലൂർ സ്റ്റേഡിയം നവീകരണത്തിനുള്ള സ്പോൺസറുടെ താൽപര്യത്തിൽ ദുരൂഹത കൂടുകയാണ്. അർജന്റീന മത്സരത്തിന് ശേഷവും സ്റ്റേഡിയത്തിൽ അവകാശം വേണമെന്നാണ് സ്പോൺസർ ആൻഡോ അഗസ്റ്റിൻ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ആ ആവശ്യം അന്നേ തള്ളിയ GCDയെ വീണ്ടും മത്സരം കൊണ്ടുവന്നാൽ പരിഗണന മാത്രം നൽകാമെന്നാണ് നിലപാട്. VIP ഗാലറികൾ, ലൈറ്റിംഗ്, സ്റ്റേഡിയം ബലപ്പെടുത്തൽ, പുറമെയുള്ള അറ്റകുറ്റപ്പണികളെല്ലാം ഉടൻ പൂർത്തിയാക്കും. അർജന്റീനയുടെ മത്സരത്തിന് ശേഷം മറ്റ് രാജ്യാന്തര മത്സരങ്ങൾക്കും സ്റ്റേഡിയം ഉപയോഗിക്കാം തുടങ്ങിയവയായിരുന്നു സ്പോൺസറുടെ അവകാശവാദങ്ങൾ. എന്നാൽ സ്റ്റേഡിയത്തിൽ തുടർന്നും അവകാശം വേണമെന്ന ആവശ്യം സ്പോൺസർ സർക്കാരിന് മുന്നിൽ വെച്ചിരുന്നു. മെസ്സി മത്സരത്തിന്റെ പേരിൽ കലൂർ സ്റ്റേഡിയം സ്വന്തമാക്കി അത് വാടകയ്ക്ക് മറിച്ചു വിൽക്കാനുള്ള നീക്കമാണോ നടന്നതെന്ന സംശയം ശക്തമാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയെന്ന പേരിൽ സ്റ്റേഡിയം സ്വന്തമാക്കാനാണ് നീക്കം. GCDയെ ഒരു മത്സരത്തിന് മാത്രമാണ് സ്റ്റേഡിയം വിട്ടു നൽകിയതെന്നും മറ്റൊരു കരാറുമില്ലെന്നും ആളുകൾക്ക് എന്തും ആവശ്യപ്പെടാമല്ലോ എന്നും GCDയെ ചെയർമാൻ K ചന്ദ്രൻപിള്ള പ്രതികരിച്ചിരുന്നു. നവംബറിൽ രാജ്യാന്തര സൗഹൃദ മത്സരം കളിക്കാൻ അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക് ഇല്ലെന്ന് ഉറപ്പായിരുന്നു. അതിനിടെ മെസ്സിയുടെ വരവിന്റെ പേരിൽ കേരളത്തിലെ പ്രധാന വ്യവസായിക്ക് കോടികൾ കൈമോശം വന്നുവെന്നാണ് സൂചന. മെസ്സിയുടെ സഹ സ്പോൺസർ ആകുമെന്ന വിശ്വാസത്തിലാണ് പണമെല്ലാം കൈമാറിയത്. എന്നാൽ മെസ്സി വരില്ലെന്നറിഞ്ഞതോടെ ഈ വ്യവസായിയും പണം പോയി എന്ന് തിരിച്ചറിയുകയായിരുന്നു.